വീടുകൾ എപ്പോഴും പണിയുമ്പോൾ നമ്മൾ പറയും കറക്റ്റ് സ്ക്വയറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതി അങ്ങനെ കറക്റ്റ് സ്ക്വയറായിട്ടുള്ള ഒരു പ്ലോട്ടിൽ തന്നെ പണിയണം, എങ്കിൽ മാത്രമേ അതിനൊരു രസം വരുള്ളൂ എന്നെങ്കിലും ചില ആൾക്കാർക്കെങ്കിലും ഒരു മിഥ്യാധാരണയുണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീട് കറക്റ്റ് സ്ക്വയറായിട്ടുള്ള ഒരു പ്ലോട്ടല്ല, അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെയുള്ള പ്ലോട്ടുകളിലും വീടിനെ നല്ല മനോഹരമായി അല്ലെങ്കിൽ നല്ല രീതിയിൽ പണിഞ്ഞെടുക്കാം എന്നുള്ളതിനൊരു തെളിവാണ്, അല്ലെങ്കിൽ ഒരു ഉത്തമ ഉദാഹരണമാണ് എനിക്ക് പുറകിലായി കാണുന്ന ഈ വീട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ മനക്കപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പാം ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു വില്ല പ്രോജക്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു ബിൽഡർ പണിഞ്ഞേക്കുന്ന ഒരു വീട്ടിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആക്ച്വലി ഇവിടെ നിന്ന് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ഒരു 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് റൂട്ടിലേക്കല്ലേ ആ ഒരു റോഡിലേക്ക് വെറും 1.5 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് ദൂരമുള്ളൂ. ഇനി വരാൻ പോകുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക്, അതായത് ഓൾറെഡി അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പേ അതിൻ്റെ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുക്കുകയും പണികൾ നടന്നുകൊണ്ടിരിക്കുകയും പുരോഗമിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന ആ റോഡിലേക്ക് വരാൻ പോകാൻ വെറും 500 മീറ്റർ മാത്രമേ ഇവിടെ നിന്ന് ദൂരമുള്ളൂ. അപ്പോൾ എനിക്ക് പുറകിലായി ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം 4.25 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് മൊത്തത്തിൽ ഉള്ളത്. 1900 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള ഒരു വീടാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കണ്ട, ആ മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചോ. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോ, എന്നിട്ട് ലൈക്ക് ചെയ്തു. ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളുടെ വീഡിയോസിന് ഒരുപാട് വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷേ വ്യൂസിനനുസരിച്ചുള്ള ലൈക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പരാതി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മാറ്റിത്തരും എന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നതിനൊപ്പം ലൈക്കും ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കാക്കി നിങ്ങളത് ചെയ്യണം. ഓക്കെ, നമുക്ക് മെയിൻ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. GI സ്ക്വയർ ട്യൂബും അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലും ഡെക്ക് വുഡും ഒക്കെ ചേർത്ത് മനോഹരമായി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒരു ഗേറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പകുതി ഫോൾഡ് ചെയ്യുന്ന ഒരു പോർഷനും കുറച്ച് ഭാഗം ഫോൾഡ് ചെയ്ത് തുറക്കാവുന്ന ഒരു പോർഷനും, ഒപ്പം തന്നെ ബാക്കി പോർഷനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതുമായുള്ള ഗേറ്റുകളാണ്. ഏറ്റവും കൂടുതൽ നമ്മളിപ്പം കാണുന്നത് സ്ലൈഡിങ് ഗേറ്റുകളാണ്. മറ്റൊന്നുമല്ല, സ്ഥലം ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ സ്ഥലം ലാഭിക്കാൻ പറ്റുന്ന ഒരു കാര്യം സ്ലൈഡിങ് ഗേറ്റ് തന്നെയാണ് തീർച്ചയായും. ഇനി ഇവിടുത്തെ നമ്മളുടെ ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഇൻ്റർലോക്ക് പാവിങ് കട്ടകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ മനോഹരമാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുറ്റമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കവേർഡ് കാർ പാർക്കിംഗ് ഇല്ല, പക്ഷേ ഈ ബിൽഡർ നിങ്ങൾക്ക് ഈ വീട് തരുമ്പോൾ ഈ വീട് നിങ്ങൾക്ക് വിൽക്കുമ്പോൾ അത് ഷീറ്റിട്ട് സെറ്റ് ചെയ്ത് ഒരു കാർ പോർച്ച് നിങ്ങൾക്ക് പണിഞ്ഞു തരുന്നതാണ്. പക്ഷേ ഇവിടെ ഒരുപാട് വലിയ വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു മാരുതി സ്വിഫ്റ്റോ അത് അല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരു i20 വരെ അങ്ങനെയുള്ള ഒരു വണ്ടി വരെ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും 2 വീലറൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. വേണമെങ്കിൽ ഒരു ഓൾട്ടോ അല്ലെങ്കിൽ ഒരു കിഡോ ഒക്കെ വേണമെങ്കിൽ ചിലപ്പോൾ നമുക്കിവിടെ ഒരു പക്ഷേ അത് ഭയങ്കര കൺജസ്റ്റ് ആയിരിക്കും. അതിനേക്കാൾ നല്ലത് ഈ ഒരു കാർ ഇവിടെ പാർക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുള്ളൊരു സ്ഥലം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുള്ളായിട്ടൊരു കളർ തീം നോക്കി, അങ്ങനെ ഒരു വൈറ്റിലാണ് ഫുള്ളായിട്ടൊരു കളർ തീം വരുന്നത്. അതിനകത്ത് ഗ്രേ കളറും അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ ചേർത്ത് കുറച്ച് ടെക്സ്ചർ വർക്കൊക്കെ ചേർത്തിട്ട് ഒരു ഡിസൈനാണ് നമുക്ക് വരുന്നത്. ഈ വീട്ടിലെ മെയിനായിട്ട് ഇവിടുത്തെ ജലസ്രോതസ് എന്ന് പറഞ്ഞാൽ കിണർ വെള്ളമാണ്. കിണർ ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടെ കിണറിനെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നല്ല ഉയർച്ച ഉള്ള പ്രദേശമാണ്, അല്ലെങ്കിൽ നല്ല ഉയർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് നല്ല ആഴമുള്ള ഒരു കിണറാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. നോക്കിക്കേ, നല്ല ആഴമുണ്ട്, പക്ഷേ നല്ല വെള്ളമാണ് ഇവിടെ കിട്ടുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇനി നമുക്ക് വീടിനുള്ളിലേക്ക് കയറാം. എന്തൊക്കെയാണ് വീടിനുള്ളിലെ കാര്യങ്ങൾ, ഉള്ളിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഉള്ളിലേക്ക് കയറി നോക്കാം. നമുക്ക് സിറ്റ് ഔട്ട് മുതൽ തുടങ്ങാം. സിറ്റ് ഔട്ട് നല്ല രീതിയിൽ ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ല നീളം രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം 2-3 കസേരയൊക്കെ നമുക്ക് ഇവിടെ ഇട്ട് ഇരിക്കാം എന്നുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ പോർഷനിലെല്ലാം ചെറിയ സ്പോട്ട് LED ലൈറ്റ്സ് എല്ലാം ഈ ഒരു പോർഷനിലെല്ലാം വരുന്നുണ്ട്. ഇവിടെ വലിയൊരു 3 പാളികളുടെ ഒരു ഫ്രഞ്ച് വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പടിയിലെല്ലാം ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി മെയിൻ വാതിൽ നോക്കുകയാണെങ്കിൽ മഹാഗണിയിൽ ചെയ്തിരിക്കുന്ന ഒരു മെയിൻ വാതിലാണ് ഇവിടെ ഉള്ളത്. നമുക്കിത് അത് നല്ല രീതിയിൽ ഡിസൈനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് ഇവിടെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സീലിംഗ് വർക്കും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു റെഡ് കളർ കോംബോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് റെഡിൻ്റെ ഒരു ലൈൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ഒരു സീലിംഗ് വർക്കിനെയും മറ്റും ചെയ്തിരിക്കുന്നത്.
ആ ഒരു ഏരിയയിൽ നിന്ന് അല്ല ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കിതാ ഇവിടെ ഒരു മൾട്ടിവുഡ് കൊണ്ട് തീർത്ത കുറച്ച് സെറ്റിംഗ് അല്ലെ എന്താ സ്പേസുകളും മറ്റും കാണാൻ പറ്റും. ഇവിടെ ഒരു ആർച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കയറി വേണം നമുക്ക് അടുത്ത ഡൈനിങ് ഏരിയയിലേക്ക് പോകാൻ. അതായത് ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകാൻ ഒരു പാസേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു വസ്തുവിൻ്റെ കിടപ്പ് കൊണ്ട് നമ്മൾക്ക് ഈ ഒരു സ്പേസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഒരു പോർഷൻ ഒരു മൾട്ടിവുഡിൽ തീർത്തൊരു ആർച്ചും അതിനകത്ത് 2 സ്പോട്ട് LED ലൈറ്റൊക്കെ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ കയറി വരുന്നൊരു പാസേജ് ഏരിയ ആണ്. എന്നാൽ ഇവിടുന്ന് അടുക്കളയിലേക്കും ഡൈനിങ് ഏരിയയിലേക്കും ബെഡ്റൂമിലേക്കും ഒക്കെ പോകേണ്ട ഒരു ഇടനാഴി എന്ന് വേണമെങ്കിൽ അല്ലെ അങ്ങൊരു പാസേജ് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ കണക്കാക്കാം. ഇവിടെയും സീലിംഗ് വർക്കുകളും മറ്റു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നു. നോക്കിക്കേ, അതും നല്ല രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നു. ഇവിടെ തന്നെയാണ് സ്റ്റെയർ കേസ് ഈ ഒരു വഴിയിൽ എന്താ പറയുക ഒന്ന് കറങ്ങി കയറി പോകുന്ന രീതിയിലാണ് വരുന്നത്. ഈ ഒരു വസ്തുവിൻ്റെ കിടപ്പ് മുഖാന്തരം അങ്ങനെ ഇതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടാണ് ഇവിടെ നമുക്ക് ഇതിനും മറ്റും ഇൻവെർട്ടറിനും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഇവിടെയും ഒരു സ്പേസും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ TVയും മറ്റു കാര്യങ്ങളും വേണമെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. അതൊരു വേറൊരു രസമായിരിക്കും. അതായത് ഗസ്റ്റ് ലിവിങ് ഏരിയ ഇരിക്കുന്ന ആൾക്കാർക്കും ഇവിടെ വെച്ചേക്കുന്ന TV വേണമെങ്കിൽ കാണാം എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. ഇനി ആ ഒരു പാസേജിൽ നിന്ന് ഇങ്ങോട്ടാണ് ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കാം. അവിടുത്തെ ടൈലുകൾ ഒരു വെറൈറ്റി കളർ ടൈൽ, പെട്ടെന്ന് അഴുക്ക് വീണാൽ അറിയാത്ത രീതിയിലുള്ള ഒരു നിറത്തിലുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വരുന്ന ഈ ഒരു പോർഷനിൽ ഇവിടെയും ഒരു വെറൈറ്റി കളർ തീം കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ അവിടെയും 2 സ്പോട്ട് LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഇനി അവിടുത്തെ കയറി അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. ഈ ഡൈനിങ് ഏരിയയിലും നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു. ഇനി ഇത് ഇവിടെയും ഈ സീലിംഗ് വർക്കുകൾക്ക് തൊട്ട് താഴത്ത് ഈ ആ ഒരു ഭിത്തി അവസാനിക്കുന്ന ഒരു ഭിത്തിയിൽ വലിയൊരു 3 പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഈ പടിയിൽ ഒരു ടൈലിൻ്റെ പീസ് വെച്ചിരിക്കുന്നു. ഇനി ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ ഒരു എന്താ പറയുക ഒരു വാഷ് ഏരിയ ഒരുക്കിയിരിക്കുന്നു. ആ വാഷ് ഏരിയയ്ക്ക് ഇവിടെ ഒരു വാഷ് ബേസിനും ഒപ്പം തന്നെ അതിൻ്റെ ടോപ്പ് ഗ്രാനൈറ്റും മറ്റും താഴെ കൊടുത്തിരിക്കുന്നു. ഒപ്പം താഴത്തായിട്ട് മൾട്ടി ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. ഇവിടെ ഒരു വിൻഡോയും അതിന് മേളിൽ പൂക്കളുടെ ഡിസൈനുള്ള 2 ലൈറ്റുകൾ. എന്നാൽ ആ ലൈറ്റുകൾ LED ലൈറ്റുകളാണെന്ന് തോന്നുന്നു. നല്ല രീതിയിലുള്ള LED ലൈറ്റ്സ് അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഷെൽഫിന് സാധനങ്ങൾ വെക്കുന്നത് അടുക്കളയിൽ നിന്നാണ് വെക്കേണ്ടത്. അതിൻ്റെ ഓപ്പണിങ്ങും മറ്റും ഞാൻ അവിടെ നിന്ന് കാണിക്കാം. ഇതാണ് അടുക്കളയിലെ നോർമൽ, അതായത് എന്താ ഇപ്പോഴത്തെ രീതിയിൽ കാണുന്നുണ്ട്. പകുതി ഗ്ലാസ് അങ്ങനെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ ഇവിടെ സെൻറ്ററിൽ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ ഗ്ലാസിനെ കൊടുത്തിരിക്കുന്നു. ഒരു വെറൈറ്റി ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അടുക്കളയിലേക്ക് വരുമ്പോൾ ടൈലുകൾ മാറിയിരിക്കുന്നു. ആ ഒരു വെർട്ടിഫൈഡ് ടൈലിൽ നിന്നും പക്ക തടിയുടെ ഡിസൈനുള്ള ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ടൈൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതും നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഡിസൈനും മറ്റും നല്ല കാര്യമായിട്ട് പോകുന്നു. ഇനി ഇത് ഇവിടെ ഒരു L ഷേപ്പിലുള്ള ഒരു ബെഞ്ച് ടോപ്പ് അടുക്കളയ്ക്ക് നമുക്ക് കൊടുത്തിരിക്കുന്നു. അത് എന്താ പറയുക ഗ്രാനൈറ്റിലാണ് അതിൻ്റെ ഒരു ടോപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളറും ഒപ്പം തന്നെ തടിയുടെ ആ ഒരു ഡിസൈനും കൂടെ വരുന്ന രീതിയിലാണ് മൾട്ടിവുഡിൻ്റെ കളർ തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയും അതിന് താഴെ ഈ ഒരു ബെഞ്ച് ടോപ്പിനകത്ത് ഇൻ്റഗ്രേറ്റ് ഉപയോഗിച്ചിരിക്കുന്ന 3 ബർണറിൻ്റെ ഒരു സ്റ്റവും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ 2 സൈഡുകളിലായിട്ട് 2 ജനാല വെക്കാം. ഇനി ഈ ഒരു സ്പേസ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് ബോർഡ് മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ക്രോക്കറി ഷെൽഫിൽ ഡൈനിങ് ഏരിയയിൽ നിന്നുള്ള ക്രോക്കറി ഷെൽഫിൽ ഇവിടെ ഒരു സ്ലൈഡിങ്ങോട് കൂടിയ ഒരു ഗ്ലാസ് ഡോർ വെച്ചേക്കുന്നത് ആ ഒരു ഷെൽഫ് നമുക്കിവിടെ കാണാം. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇതുവഴി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള പടികൾ തീർച്ചയായിട്ടും ആ ഒരു അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇനി ആ ഒരു കോർണറിലായിട്ട് നമുക്ക് ഒരു എന്താ പറയുക തുണി കഴുകാനൊക്കെ മറ്റുള്ള ഒരു കല്ലും മറ്റും ആ ഒരു കോർണറിൽ നമുക്ക് കാണാനായിട്ട് കിട്ടും. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഈ വീട്ടിൽ 4 ബെഡ്റൂമാണുള്ളത്. താഴത്തെ നിലയിൽ 2ഉം മുകളിലത്തെ നിലയിൽ 2ഉം ബെഡ്റൂമുകളായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ്. നമുക്ക് ഓരോ ബെഡ്റൂമുകളിലായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് തന്നെ പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇടനാഴിയിൽ നിന്ന് തന്നെയാണ് ഇവിടുത്തെ 4 ബെഡ്റൂമിലേക്കും പോകേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ്. പക്ഷേ ഇവിടെ ഒരു ഭിത്തിയിൽ മാത്രമേ ജനാലയുള്ളൂ. അതൊരു 3 പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടെ സീലിംഗ് വർക്കുകൾക്ക് നിറം ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്നു. ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റുമായി 4 LED ലൈറ്റുകൾ, സ്പോട്ട് LED ലൈറ്റുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അകത്തെല്ലാം LED സ്ട്രിപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ലാമ്പ് കാണാം, ഫുഡ് സ്റ്റെപ്പ് ലാമ്പ്, അല്ലെങ്കിൽ ഒരു
ഒരു ലാമ്പ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ഈ ഒരു ഭിത്തിയുടെ ഈ ഒരു ഫുൾ പോർഷൻ ഒരു കബോർഡിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഈ ഒരു പോർഷനിൽ വലിയൊരു മിറർ നൽകിയിരിക്കുന്നു. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും കാണാറുള്ള പോലെ തന്നെ പടങ്ങളൊക്കെ വരുന്ന ഒരു ഫൈബർ ഡോറാണ് ബാത്റൂമിൻ്റെ ഡോറിന് നൽകിയിരിക്കുന്നത്. ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ക്ലോസറ്റ് ഏരിയയും ബാത്ത് ഏരിയയും വാഷ് ഏരിയയും ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നു. ബാത്ത് ഏരിയ ഇങ്ങനെ അറ്റമായിട്ട് കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു ഷവർ നൽകിയിരിക്കുന്നു, റെയിൻ ഷവർ നൽകിയിരിക്കുന്നു. ബാത്ത് എക്സിൻ്റെ ഒരു ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു വാഷ് ബേസിനും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് ഈ ഒരു പാസേജ് ഏരിയയിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കും പോകേണ്ടത്. അത് ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള വലിയ ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഹാഷ് കളറോ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു കളറാണ് ഇവിടെ സീലിംഗ് വർക്കിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 4 സ്പോട്ട് LED ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഫ്രണ്ടിൽ കാർ പോർച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസിൽ നിന്ന് കാണുന്ന വലിയ 2 ഫ്രഞ്ച് വിൻഡോസിനെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭിത്തിയിൽ 3 പാളികളുടെ ഒരു ജനാല ഈ ഒരു ഭിത്തിയിലായി നൽകിയിരിക്കുന്നു. ഈ ഒരു ചെറിയൊരു പാസേജ് പോലെ കയറുമ്പോൾ ഇവിടെ വലിയൊരു കബോർഡ് നമുക്ക് കിട്ടും. അതിനകത്തൊരു മിറർ, ഒപ്പം തന്നെ അത്യാവശ്യം ധാരാളം സ്പേസ് ഉള്ള ഒരു കബോർഡ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി ഇതുവഴി തന്നെയാണ് ബാത്റൂമിലേക്ക് കയറേണ്ടത്. അത്യാവശ്യം നേരത്തെ കണ്ട ബാത്റൂമിനേക്കാൾ നല്ല വലിപ്പം. മറ്റേ ബാത്റൂം ഈ ഒരു ഇവിടം വരെ ആയിരുന്നെങ്കിൽ ഈ ബാത്റൂമിന് ഇച്ചിരി സ്പേസ് കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സ്ഥല സൗകര്യം, നല്ല രീതിയിൽ സ്ഥല സൗകര്യം ഉണ്ട് എന്ന് തന്നെ ഈ ഒരു ബാത്റൂമിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ളൊരു ക്ലോസറ്റ് ഏരിയ സെൻട്രലായിട്ടും ബാത്ത് ഏരിയ ഇങ്ങനെ അറ്റമായിട്ടും ഈ ഏരിയ വാഷ് ഏരിയ ആയിട്ടും ഇത് ഇവിടെ കൊടുത്തിരിക്കും. ഇവിടെയും ആ ഒരു കളർ തീം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രൗൺ വരുന്ന ഒരു കളർ തീമാണ് അവിടെയും നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ പടികൾ എല്ലാം, സ്റ്റെയർ കേസിൻ്റെ പടികളെല്ലാം ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നു. കൈവരികൾ പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർത്തിയിരിക്കുന്നു. താഴത്തെ ആ ഒരു തൂണിൽ മാത്രം, ആ ഒരു സ്റ്റാർട്ടിങ് തൂണിൽ മാത്രം തടിയുടെ ഒരു റെഡിമെയ്ഡ് തൂൺ ഉപയോഗിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ കയറി പോകുന്ന വഴി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സ്ക്വയർ ഷേപ്പിലല്ല ഈ ഒരു വീടിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഉള്ള സ്ഥലത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ ഇവിടെയും 3 പാളികളുടെ ഒരു ജനാല കാണാം. അവിടെ നിന്ന് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സീലിംഗ് വർക്ക് നിങ്ങൾക്ക് കാണാം. അതിലൊരു 4 LED ലൈറ്റ്സ് നമുക്ക് അത് അവിടെയും കാണാൻ സാധിക്കും. കയറി വരുന്ന ആ ഒരു പോർഷനിൽ അവിടെ ഒരു ചെറിയൊരു സ്പേസ് ഗ്രാനൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അതൊരു കോർണർ പോർഷൻ വരുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഒരു സ്ക്വയർ ഷേപ്പിലല്ല എന്നുള്ള കാര്യം അത് അവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി പടി കയറി നമ്മൾ നേരെ വരുന്നത് വിശാലമായ ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയിൽ ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ് ഇവിടുത്തെ സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ആ ഒരു ലൈറ്റ് കളറിലാണ് ആ ഒരു സീലിംഗ് വർക്കിനെ കൊടുത്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ അതേ ടൈലുകൾ തന്നെയാണ് മുകളിലെ ഈ ഒരു നിലയിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ഒരു വലിയ TV യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്പേസിനെയാണ്. ഇത് നല്ല രീതിയിൽ മൾട്ടിവുഡ് കൊണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. നല്ല രീതിയിൽ അതിനൊരു കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാനാവുന്നില്ല. ഇനി നമുക്ക് പോകേണ്ടത് 2 ബെഡ്റൂമുകളാണ് മുകളിലത്തെ നിലയിലുമുള്ളത്. അപ്പോൾ ഇവിടേക്ക് പോകാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള, എങ്കിൽ താഴത്തെ മുറികളേക്കാൾ കുറച്ചുകൂടെ പ്രകാശം പ്രദാനം ചെയ്യുന്ന ഒരു ബെഡ്റൂമാണിത്. കാരണം ഇവിടെ ജനാലകൾ ആവശ്യത്തിന് കൂടുതലുണ്ട്. കാരണം ഇവിടെ 2 ഇവിടെ ഒരു 3 പാളികളുടെ ജനാലയും വരുന്നുണ്ട്. ഇവിടെ ഒറ്റ പാളികളുടെ ആണെന്നുള്ളത് ഒരു ഫ്രഞ്ച് വിൻഡോയാണ് വരുന്നത്. ഇവിടുത്തെ സീലിംഗ് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു ലൈറ്റ് കളർ സീലിംഗ് ആണ്. നമ്മൾ ആ കയറി വന്ന ആ ഒരു ഫാമിലി ലിവിങ് ഏരിയയിൽ കണ്ട ഒരു സീലിംഗ് വർക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെയും സീലിംഗ് വർക്ക് വരുന്നത്. ഈ ഒരു പോർഷനായിട്ട് ഇവിടെ ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു മിററും. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസുള്ള, മറ്റേടത്തേക്കാൾ കുറച്ചുകൂടെ വലിയ കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല സ്ഥല സൗകര്യമുള്ള ഒരു കബോർഡ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ അത്യാവശ്യം സ്പേസും നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇനി ബാത്റൂമിലേക്ക് പോകാൻ, നമ്മൾ നേരത്തെ കണ്ട തറയുടെ നിരപ്പായിരുന്നെങ്കിൽ ഇവിടെ തറയിൽ നിന്ന് ഒരു അല്പം ഉയർത്തിയാണ് ബാത്റൂമിലേക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു കളർ തീം വ്യത്യാസമുണ്ട്. പക്ഷേ നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ്, നല്ല സ്ഥല സൗകര്യമുള്ള ബാത്റൂമാണ്. ഈ ഒരു എൻഡിലായിട്ട് ബാത്ത് ഏരിയയും സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയയും ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയയും ഇവിടെയും നൽകിയിരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ സ്ഥല സൗകര്യം ഉണ്ട്. ബാത്റൂമിനായാലും ബെഡ്റൂമിനായാലും എല്ലാത്തിനും നല്ല രീതിയിലുള്ള സൗകര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 95% ഈ വീടിൻ്റെ പണികൾ മുഴുവനായും കഴിഞ്ഞതാണ്. ബാക്കി പണികൾ നമ്മൾ വീട് എപ്പോൾ കൈമാറുന്നു ആ സമയത്ത് കംപ്ലീറ്റ് ആക്കി തരും എന്നാണ് ഓണർ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സീലിംഗ്. ഈ ഒരു 4ാമത്തെ ബെഡ്റൂമിൻ്റെ സീലിംഗ് വർക്ക് നമുക്ക് നോക്കാം.
നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ഡിസൈനൊക്കെ തന്നെ ഒരു 2 കളർ യൂസ് ചെയ്തിരിക്കുന്നു. ഹാഷ് കളറും ഒരു ലൈറ്റ് ബ്ലൂ കളറും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഒരു ബെഡ്റൂമിനും അത്യാവശ്യം വലിയ സ്ഥല സൗകര്യം തന്നെ അവകാശപ്പെടാനാവുന്നതാണ്. 2 സൈഡിലും വലിയ 2 ഫ്രഞ്ച് വിൻഡോകൾ വരുന്നു. ഒറ്റപ്പാളികളുടെ ഈ ഒരു സൈഡിൽ 3 പാളികൾ ഒരു വലിയ ജനാലയും കൂടെ വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു പാസേജ് കയറി വരുന്നു. ഇവിടെ അപ്പുറത്ത് കണ്ട താഴത്ത് കണ്ട അതേപോലെ തന്നെ താഴത്തെ ഈ സ്പോട്ടിൽ കണ്ട ആ ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് ഇതിനും. ഇവിടെയും ബെഡ്റൂമിൽ ഒരു ഇച്ചിരി ഉയർത്തിയാണ് ബാത്റൂമിൻ്റെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് കളർ, ലൈറ്റ് ബ്ലാക്ക് കളറാണ് വൈറ്റ് കളറും കൂടെ ചേർന്നിട്ടൊരു കളർ കോമ്പിനേഷനാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് കാണാനുള്ളത് യൂട്ടിലിറ്റി ഏരിയ ആണ്. നമുക്ക് ഈ വീട്ടിലൊരു യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. നമ്മൾ ആ സ്റ്റെയർ കയറി വരുന്നതിന് തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഈ ഒരു സ്റ്റെയർ കയറി വന്ന് തൊട്ടിപ്പുറത്തോട്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കഴിഞ്ഞാൽ ഇവിടുന്ന് ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഇറങ്ങുകയാണ്. യൂട്ടിലിറ്റി ഏരിയയിൽ തടിയുടെ ഒരു ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈലുകളാണ് യൂട്ടിലിറ്റി ഏരിയ ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു മാറ്റ് ഫിനിഷാണ്. ഈ ഒരു പോർഷനായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ടാപ്പും അതിൻ്റെ സ്വിച്ച് ബോർഡും താഴത്തായിട്ട് അതിൻ്റെ വെള്ളം പോകാനുള്ള ഫെസിലിറ്റി എല്ലാം അവിടെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ ഒരു ബാൽക്കണിയാണ്. ഈ വീടിൻ്റെ മെയിനായിട്ടുള്ള ബാൽക്കണി. ആ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ഫുള്ളായിട്ട് അല്ലെ ഇവിടെ വരാൻ പോകുന്ന വീടുകളും അല്ലെ വസ്തുവും മറ്റും ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല വിശാലമായ ഒരു ബാൽക്കണി ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഏരിയ ഇനി വരാൻ പോകുന്ന പ്ലോട്ടുകളായിട്ടൊക്കെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം വീടുകൾ ഇനി വരാനുള്ളതാണ്. അപ്പോൾ മുഴുവനായും നമ്മൾ ഈ വീട് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് ഈ വീടിൻ്റെ പ്രൈസാണ്. എത്ര രൂപയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം. ഈ വീട് മുഴുവനായും കണ്ടു കഴിഞ്ഞപ്പോൾ 4 ബെഡ്റൂമാണ് ഈ വീട് മൊത്തത്തിലുള്ളത്. ഈ വീടിന് ചോദിക്കുന്ന വില 77 lakhs ആണ്. 77 ലക്ഷം രൂപയാണ്. ഈ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടതായ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ എടുത്ത് വെച്ച് വിളിച്ചാൽ മതി. അവർ നിങ്ങൾക്ക് ഈ വീട് മറ്റു കാര്യങ്ങൾ പറഞ്ഞു തരും. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതുപോലെ സ്റ്റാർ ഡീലിൽ നിന്നാണെന്ന് പറഞ്ഞാൽ സ്റ്റാർ ഡീലിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വരികയാണ് എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇനി സ്ഥിരം പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചാനൽസിന് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്, അതിലൊരുപാട് സന്തോഷമുണ്ട്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടെ കൂടണം എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും പിശുക്ക് കാണിക്കരുത്. ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും കണ്ടാൽ മാത്രം പോരാ. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് ഒരുപാട് പ്രചോദനം തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, നിങ്ങൾ നന്നായിട്ട് കമൻസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും അതിനുള്ള വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ ഞങ്ങൾ വരുത്തുന്നതായിരിക്കും ഞങ്ങളുടെ ചാനലിൽ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം നല്ല അതിൻ്റെ മുറക്കായിട്ട് നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് കമൻസ് ഞാൻ കാണുന്നുണ്ട്, ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ടിനെല്ലാം ഉള്ളറിഞ്ഞ് മനസ്സറിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.